സിവോറയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 2 ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ആദ്യം ഒരു 4 ക്വസ്റ്റ്യൻസ് പറയും, അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ അതിന്റെ ആൻസേഴ്സ് പറയുക. അപ്പം നിങ്ങൾക്ക് അതിൽ എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം വിലയിരുത്തേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഫീൽഡിൽ തന്നെ ഈ ഒരു കുറച്ച് ടൈമേ നമ്മൾ ഈ ഒരു സെക്ഷൻ വെക്കുന്നുള്ളൂ. ഒരു 25 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ആ ഒരു 25 ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന അതേ ഫീലോട് കൂടിയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് അതിൽ അറിയാത്ത ഏരിയാസ് പഠിച്ചു ഈ ഒരു നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ എറർ ഇൻ നമ്മൾ ആദ്യത്തെ 24 ക്വസ്റ്റ്യൻസ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ KWന്റെ റിവിഷൻ സീരീസ് 2 എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, the error in measured length due to incorrect holding of the chain is option A cumulative error, option B compensating error, option C instrumental error, option D negative error. ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങളൊരു പേജിൽ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 26, the method of leveling adopted to determine the difference of a level between 2 points when it is not possible to set up the level midway between them ആണ്. ഏതാണ് വരിക? ഓപ്ഷൻ എ റെസിപ്രോക്കൽ ലെവൽ, ഓപ്ഷൻ ബി പ്രൊഫൈൽ ലെവൽ, ഓപ്ഷൻ സി പ്രിസൈസ് ലെവൽ, ഓപ്ഷൻ ഡി സിമ്പിൾ ലെവൽ. ഏതാണ് ആൻസർ നോക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27, which method is used for plotting inaccessible object, broken boundaries, reverse, etc. ഓപ്ഷൻ എ റേഡിയേഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി ട്രാവേഴ്സിംഗ് മെത്തേഡ്, ഓപ്ഷൻ സി റിസെക്ഷൻ മെത്തേഡ്, ഓപ്ഷൻ ഡി ഇന്റർസെക്ഷൻ മെത്തേഡ്. ഏതാണ് ആൻസർ നോക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28, when the whole circle bearing of 2 lines PQ and PR are 40 degree and 165 degree respectively, then the included angle QPR will be option A 125, option B 205, option C 160 degree, option D 150 degree. 15 degree അല്ലേ. അപ്പം 4 ആൻസർ മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തത്, the error in measured length due to incorrect holding of the chain is. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കോമ്പൻസേറ്റിംഗ് എറർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കുകയാണെങ്കിൽ, the method of leveling adopted to determine the difference of levels between 2 points when it is not possible to set up the level midway between them is. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റെസിപ്രോക്കൽ ലെവലിംഗ്. Question number 27, which method is used for plotting inaccessible object, broken boundaries, reverse, etc. is. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇന്റർസെക്ഷൻ മെത്തേഡ്. Question number 28, when the whole circle bearing of 2 lines PQ and PR are 40 degree and 165 degree respectively, then the included angle QPR will be. അതായത് ഇവിടെ നമുക്ക് പി ക്യൂ തന്നിട്ടുണ്ട്. അത് ക്യൂ എന്തൊക്കെയാണ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത്? പി ക്യൂ അല്ലെ. പി ക്യൂ ഇവിടെ നമ്മൾ 40 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? പി ആർ അല്ലെ. പി ആർ തന്നിട്ടുള്ളത് എത്രയാണ്? ഇവിടുന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 165 അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടാൻ നമ്മൾ പി ആറിന്ന് പി ക്യൂൻ്റെത് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 125 ആണ് കിട്ടുക. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എന്നുള്ളത് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29, എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് ഓൺ ദ മാപ്പ് റെപ്രസെന്റ് എ ഡാഷ് ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഇൻസൈഡ്. ഏതാണെന്ന് മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 30, when the angular lines measurements are equally precise in traversing, the balancing of the traverse is done by option A empirical rule, option B transit rule, option C Bowditch rule, option D none of these ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 നോക്കുകയാണെങ്കിൽ, in leveling the correction for curvature in meter is equal to option A 0.00785 d square, option B 0.0785 d square, option C 0.0112 d square, option D 0.0673 d square. നമ്മൾ ഓരോന്നിന് ആൻസർ ചെയ്യണമെന്ന് പറയുന്നില്ല, നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ നെക്സ്റ്റ് ആൻസർ നോക്കാം. Question number 32, remote sensing techniques are being usually employed for the purpose of option A improving natural resource management, option B land use, option C protection of environment, option D all of the above.
അപ്പോൾ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 29. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല. 29ന്റെ ആൻസർ ഹില്ലാണ് വരുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ 30 ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പം ആൻസേഴ്സ് ക്വസ്റ്റ്യനും ഒരു ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൽ 30ന്റെ ആൻസർ വരുന്നത് ബൗഡിറ്റ്സ് റൂൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.0785 d². ക്വസ്റ്റ്യൻ നമ്പർ 32 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. റിമോട്ട് സെൻസിങ്ങിൻ്റെ അത് നോക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 33 ആണ് നോക്കാനുള്ളത്. ദ ബാക്ക് സൈഡ് റീഡിംഗ് ഓൺ ബെഞ്ച് മാർക്ക് ഓഫ് റെഡ്യൂസ്ഡ് ലെവൽ 100 ഈസ് 2.005. If foresight reading on the point is 1.680, the reduced level of the point is എത്രയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 34. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പോളിമിനറലിറ്റിക് റോക്ക് ആണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ക്വാർട്സ് സാൻഡ്, ഓപ്ഷൻ ബി ബസാൾട്ട്, ഓപ്ഷൻ സി മാഗ്നസൈറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ആസ് പെർ IS 1077/1970, the minimum crushing strength of brick is option A 3.5 Newton per mm square, option B 3.7 Newton per mm square, option C 7 Newton per mm square, option D 14 Newton per mm square. Question number 36. Which of the following lime is used for whitewashing and plastering wall ആണ്? Options A high calcium lime, option B rich lime, option C white lime, option D all of the above. ഏതാണ് ആൻസർ എന്ന് മാർക്ക് ചെയ്യുക. Question number 37. The material which is retained on BIS test sieve number dash is termed as coast aggregate അല്ലേ? ഓപ്ഷൻ A 430, ഓപ്ഷൻ ബി 480, ഓപ്ഷൻ സി 380, ഓപ്ഷൻ ഡി 420. അപ്പം ഏതാണ് ആൻസർ എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ ആൻസേഴ്സ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 33 ആൻസർ വരുന്നത് 100.325 ആണ്. അതായത് 100+ നമുക്ക് തന്നിട്ടുള്ള RLൻ്റെ അടുത്ത് നമ്മൾ എന്താണ് ബെഞ്ച് മാർക്ക് പ്ലസ് റെഡ്യൂസ്ഡ് ലെവലിലെ ബാക്ക് സൈറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബാക്ക് സൈഡ് റീഡിംഗ് ഓൺ എ ബെഞ്ച് മാർക്ക് റെഡ്യൂസ്ഡ് ലെവൽ ഈസ് 100 ഈസ് എത്രയാണ് 2.005 അല്ലേ. അപ്പോൾ 100 + 2.005. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഫോർ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100.325 ആൻസർ കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 34 ആൻസർ വരുന്നത് ബസാൾട്ട് ആണ്. പിന്നെ 35 3.5 Newton per mm square ആണ്. 36 ആണെങ്കിൽ ഓൾ ഓഫ് ദീസ് ആണല്ലേ വരുന്നത്, വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു 3 ലൈമും വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37 480 ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38 നോക്കുകയാണെങ്കിൽ കപ്പിൾ ക്ലോസ് റൂഫ് ഈസ് യൂസ്ഡ് ഫോർ എ സ്പാൻ ഈസ് ഓപ്ഷൻ എ 3.5 മീറ്റർ, ഓപ്ഷൻ ബി 3.6 മീറ്റർ, ഓപ്ഷൻ സി 4.2 മീറ്റർ, ഓപ്ഷൻ ഡി 5 മീറ്റർ ആണ്. Question number 39. Spacing of the joist in filler joist floor is option A 8 cm to 120 cm, option B 4 cm to 90 cm, option C 19 cm to 130 cm, option D none of the above ആണ്. Question number 40. The thickness of glass for structural glass flooring is available in the form of tile and slab is option A 8 mm to 12 mm, option B 12 mm to 30 mm, option C 25 mm to 35 mm, option D none of the above. Question number 41 നോക്കുകയാണെങ്കിൽ which bond is used for ornamental panels in the brick flooring ആണ്? ഓപ്ഷൻ എ റാക്കിംഗ് ബോണ്ട്, ഓപ്ഷൻ ബി സിക്സാക് ബോണ്ട്, ഓപ്ഷൻ സി ഹെറിംഗ് ബോണ്ട്, ഓപ്ഷൻ ഡി ഡച്ച് ബോണ്ട്. Question number 42. Emulsion paint dries quickly in about option A 1.5 to 2 hours, option B 1.5 to 1 hour, option C 2 to 3 hours, option D none of the above. ഇതിൽ ആൻസേഴ്സ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 38 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 39 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, 40 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 41 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 42 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എന്നുള്ളത് നോക്കി വെക്കുക. നിങ്ങൾ മാർക്ക് ചെയ്യുന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 43 നോക്കുകയാണെങ്കിൽ ഡാഷ് ടെർമൈറ്റ്സ് കനോട്ട് സർവൈവ് ടു ലിവ് വിത്തൗട്ട് മെയിൻറ്റെയിനിങ് എ കണക്ഷൻ വിത്ത് ദ സോയിൽ ആണ്. ഓപ്ഷൻ എ വൈറ്റ് ആൻഡ്, ഓപ്ഷൻ ബി ഡ്രൈ വുഡ്, ഓപ്ഷൻ സി സബ് ടെറൈൻ, ഓപ്ഷൻ ഡി നോൺ സബ് ടെറൈൻ. Question number 44 ആണെങ്കിൽ dash is prepared on the basis of plinth area of building, the rate being deducted from the cost of similar buildings having similar specification, height of the construction in the
locality. Option A, maintenance estimate. Option B, plinth area estimate. Option C, cube rate estimate. Option D, supplementary estimate. Answer mark ചെയ്യുക. Question number 45. In detailed estimate, the provisions of the contingencies is usually detailed estimate ആണ്. Option A 0%. Option B 12 to 15%. Option C 1%. Option D 3 to 5%. ആൻസർ മാർക്ക് ചെയ്യുക. ആൻസേഴ്സ് വരുന്നത് 43 സി ആണ്, 44 ബി ആണ്, 45 ഡി ആണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇനി ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആണ് 46th question. The unit of payment for AC sheet roofing is option A quintal, option B meter, option C square meter, option D cubic meter. 47th question. The gradual reading in value with the age of property is known as gradual reduction in the value with the age of the property is known as option A revaluation, option B depreciation, option C appreciation, option D valuation. Question number 48. A work costing less than rupees 20,000 is termed as option A petty work, option B major work, option C minor work, option D casual work. ഇതാണ് ആൻസർ നോക്കുക. 49th question. Which classification does raw building comes in? Option A residential building, option B educational building, option C business building, option D institutional building. ഇതാണ് ആൻസർ നോക്കുക. Last question. What is the maximum covered area of an industry? Option A 70% of the site area, option B 60% of the site area, option C 50% of site area, option D 40% of site area. ഇതിൽ ആൻസേഴ്സ് വരുന്നത് 46 സി ആണ് വരുന്നത്, 47 ബി, 48 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, 49 എ ആണ് ആൻസർ വരുന്നത്, 50 ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എക്സാമിന് അത്രയും ദിവസമേ ഉള്ളൂ. മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സിവോറ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടും അതുപോലെ തന്നെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MCQ ഡിസ്കഷൻസും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സിവോറ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കുക. ട്രയൽ പ്ലാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് അതിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ നോക്കുക. നോട്ട്സ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടോ നമുക്ക് എവിടെയും മാർക്ക് മിസ്സാവരുത് അല്ലേ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പം ആ ഒരു കോമ്പറ്റീഷനോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.